നമസ്കാരം സുഹൃത്തുക്കളെ, മാറുന്ന ലോകത്തിന്റെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കുവാൻ നമുക്ക് കൈമുതലായുള്ള ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ തന്നെയാണ്. അതിൽ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ജീവിതത്തെ ഗവൺമെന്റ് സേവനങ്ങളുമായും ഡിജിറ്റൽ സംവിധാനങ്ങളുമായും കോർത്തിണക്കുന്ന പ്രധാന കണ്ണിയാണ് ആധാർ. വെറുമൊരു തിരിച്ചറിയൽ കാർഡ് എന്നതിലുപരി നമ്മുടെ ആവശ്യങ്ങളിലേക്കുള്ള ഒരു താക്കോലായി ആധാർ മാറിയിരിക്കുന്നു. എന്നാൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താതെ ആധാർ കാർഡുകൾ പലപ്പോഴും നമുക്ക് വലിയ തിരിച്ചടികൾ നൽകാറുണ്ട്. കുട്ടികളുടെ ആധാർ അപ്ഡേഷൻ മുതൽ 10 വർഷം കൂടുമ്പോഴുണ്ടാകുന്ന നിർബന്ധിത പുതുക്കലുകൾ വരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. കുട്ടികളുടെ ആധാർ കാർഡ് ബയോമെട്രിക് അപ്ഡേറ്റ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുകയാണ്. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇനിയും ആധാർ ബയോമെട്രിക് സൗജന്യമായി പുതുക്കാവുന്നതാണ്. 5 വയസ്സുള്ള കുട്ടി 6 വയസ്സ് തികയുന്നതിന് മുൻപും 15 വയസ്സുള്ള കുട്ടി 16 വയസ്സ് തികയുന്നതിന് മുൻപും അവരുടെ ആധാറിൽ അപ്ഡേഷൻ വരുത്തുന്നതാണ് ഉത്തമം. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതുപോലെ ആധാറിനെ സംബന്ധിച്ച മറ്റു വിവരങ്ങൾ ഒക്കെ നമുക്ക് വിശദമായി നോക്കാം. നേരത്തെ 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയും 15 വയസ്സ് മുതൽ 17 വയസ്സ് വരെയും ഉള്ളവർക്ക് മാത്രമായിരുന്നു സൗജന്യമായ ആനുകൂല്യം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന പുതിയ നിർദ്ദേശപ്രകാരം 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും നിശ്ചിത കാലാവധി വരെ ഈ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാണ്. ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. കുട്ടികൾ വളരുന്നതനുസരിച്ച് അവരുടെ വിരലടയാളത്തിലും കൃഷ്ണമണി രേഖകളിലും മാറ്റം വരാം. 0 മുതൽ 5 വയസ്സ് ഈ പ്രായത്തിൽ ആധാർ എടുക്കുമ്പോൾ കുട്ടികളുടെ വിരലടയാളം ശേഖരിക്കാറില്ല. എന്നാൽ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും ഇവ പുതുക്കേണ്ടത് അത്യാവശ്യവുമാണ്. അല്ലെങ്കിൽ അസാധുവാകുവാൻ സാധ്യത കൂടുതലാണ്. കൃത്യസമയത്ത് പുതുക്കാത്ത ആധാർ കാർഡുകൾ അസാധുവാകുവാൻ സാധ്യതയുമുണ്ട്. ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കുട്ടിയുടെ ആധാർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ താഴെ പറയുന്ന ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടാം. 1. സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിന്. 2. റേഷൻ കാർഡിൽ പേര് ചേർക്കുന്നതിന്. 3. സ്കൂളിൽ അഡ്മിഷൻ നടപടികൾക്ക്. 4. നീറ്റ് തുടങ്ങിയ പ്രവേശന പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ. അതുകൊണ്ട് ഈ സൗജന്യ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇതിന് എങ്ങനെ പുതുക്കാമെന്ന് നോക്കാം. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആധാർ എൻറോൾമെന്റ് സെന്ററുകൾ വഴിയോ നിങ്ങൾക്ക് ബയോമെട്രിക്സ് പുതുക്കാവുന്നതാണ്. അതിന് കുട്ടിയെ നേരിട്ട് കൊണ്ടുപോകേണ്ടതുമുണ്ട്. അപ്പോൾ നേരത്തെ 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയും 15 വയസ്സ് മുതൽ 17 വയസ്സ് വരെയും ഉള്ളവർക്ക് മാത്രമായിരുന്നു സൗജന്യ ആനുകൂല്യം ലഭിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും നിശ്ചിത കാലാവധി വരെ ഈ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാണ്. ഇനി അടുത്തതായി നാം നോക്കുന്നത് ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ആധാർ കാർഡ് എടുത്തിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആധാർ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ 10 വർഷത്തിലൊരിക്കൽ തിരിച്ചറിയൽ രേഖയും വിലാസം തെളിയിക്കുന്ന രേഖയും പുതുക്കണമെന്ന് UIDAI നിർദ്ദേശിക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യണമെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നും നമുക്ക് നോക്കാം. എന്താണ് ഈ 10 വർഷത്തെ നിയമം? നമ്മളിൽ പലരും വർഷങ്ങൾക്ക് മുമ്പ് ആധാർ എടുത്തവരാണ്. എന്നാൽ ഈ 10 വർഷത്തിനിടയിൽ നമ്മുടെ വിലാസമോ മറ്റു വിവരങ്ങളോ മാറിയിട്ടുണ്ടാകാം. ആധാർ ഡേറ്റാബേസിലെ വിവരങ്ങൾ ഏറ്റവും പുതിയതാണെന്ന് ഉറപ്പുവരുത്തുവാനാണ് ഈ ഡോക്യുമെന്റ്സ് അപ്ഡേഷൻ ആവശ്യപ്പെടുന്നത്. ഇതിനായി നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും പുതിയ തിരിച്ചറിയൽ രേഖയും വിലാസം തെളിയിക്കുന്ന രേഖയും ആധാറുമായി വീണ്ടും ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇനി ആർക്കൊക്കെയാണ് ഇത് ബാധകം എന്നും കൂടി നോക്കാം. ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞവർ, അതുപോലെ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ആധാറിൽ അപ്ഡേഷൻ വരുത്താത്തവർ, മൂന്നാമതായി വിവാഹം കഴിഞ്ഞോ താമസം മാറിയോ വിലാസത്തിൽ മാറ്റം വന്നവർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിനോടകം വിലാസമോ പേരോ അപ്ഡേറ്റ് ചെയ്തവർ വീണ്ടും അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. 2 തരം രേഖകളാണ് 10 വർഷത്തിലെ ആധാർ അപ്ഡേഷന് വേണ്ടിയത്. 1 തിരിച്ചറിയൽ രേഖ, അതായത് വോട്ടർ ID കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതിയാവുന്നതാണ്. അടുത്തതായി വിലാസം തെളിയിക്കുന്ന രേഖ. അതിന് റേഷൻ കാർഡ്, വോട്ടർ ID, ബാങ്ക് പാസ്ബുക്ക്, ഇലക്ട്രിസിറ്റി ബിൽ അല്ലെങ്കിൽ വാട്ടർ ബിൽ. ഇനി എങ്ങനെ ഓൺലൈനിലായി ഇത് അപ്ഡേറ്റ് ചെയ്യുക? ഇതിനായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകണമെന്നില്ല. നിങ്ങളുടെ മൊബൈൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്.
അതിനുവേണ്ടി myaadhar.uidai.gov.in എന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്യണം. ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. സർക്കാർ നൽകുന്ന സൗജന്യ കാലാവധി അവസാനിച്ചാൽ ഇതിനൊരു ചെറിയ തുക ഫീസ് നൽകേണ്ടി വരും. അതിനാൽ സൗജന്യ കാലാവധിക്കുള്ളിൽ തന്നെ ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആധാർ ഉപയോഗിച്ചുള്ള ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ അപ്ഡേഷൻ സഹായിക്കും. ബാങ്ക് അക്കൗണ്ട്, സിം കാർഡ്, സർക്കാർ പെൻഷൻ, സബ്സിഡികൾ എന്നിവയിലെല്ലാം വേരിഫിക്കേഷൻ സുഗമമാക്കാൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് 10 വർഷം കൂടുമ്പോൾ ഒട്ടും വൈകാതെ തന്നെ രേഖകൾ അപ്ലോഡ് ചെയ്യുക. ഇനി നമ്മൾ സംസാരിക്കുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആ നമ്പർ നിലവിൽ നിങ്ങളുടെ കൈവശമുണ്ടോ? ആധാർ കാർഡ് കൈവശമുള്ള ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇത്. എന്തുകൊണ്ടാണ് ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം എന്ന് പറയുന്നത്? ആധാറിലെ എല്ലാ ഓൺലൈൻ സേവനങ്ങൾക്കും താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമാകുന്നത് എന്ന് നോക്കാം. ആധാറിലെ എല്ലാ ഓൺലൈൻ സേവനങ്ങൾക്കും താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത് എന്ന് നോക്കാം. OTP വേരിഫിക്കേഷൻ. ആധാർ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ ഇൻഷുറൻസ് എടുക്കാനോ ഓൺലൈൻ KYC ചെയ്യാനോ നിങ്ങളുടെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP അത്യാവശ്യമാണ്. ഇനി ആധാർ ഡൗൺലോഡ് ചെയ്യാൻ. നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്യാൻ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. മൂന്നാമതായി വിവരങ്ങൾ പുതുക്കാൻ. വീട്ടുപേരോ വിലാസമോ ഓൺലൈനായി മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP ഇല്ലാതെ അത് സാധിക്കില്ല. അടുത്തതായി പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുവാനും പാൻ കാർഡ് എടുക്കുവാനും ആധാറിൽ മൊബൈൽ നമ്പർ നിർബന്ധമാണ്. നിങ്ങളുടെ ആധാറിൽ ഏത് നമ്പറിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ആധാറിൽ ഏത് മൊബൈൽ നമ്പറാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നത്. ഇത് പരിശോധിക്കാൻ എളുപ്പമാണ്. myaadhar.uidai.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കി അതിൽ ചെക്ക് ആധാർ വാലിഡിറ്റി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ചയും നൽകിയാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ 3 അക്കം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നതാണ്. നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആധാർ എടുത്തപ്പോൾ നൽകിയ നമ്പർ ഇപ്പോൾ നിലവിലില്ല എങ്കിൽ ആ നമ്പർ മാറ്റി പുതിയത് ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഓൺലൈനിലായി അതിന് സാധിക്കില്ല. സുരക്ഷാ കാരണങ്ങളാൽ മൊബൈൽ നമ്പർ മാറ്റുന്നത് ഓൺലൈനായി ചെയ്യാൻ സാധിക്കുകയില്ല. ആധാർ സെന്റർ സമീപിക്കേണ്ടി വരും. ഇതിനായി നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെ ആധാർ എൻറോൾമെന്റ് സെന്ററിൽ ആണ് പോകേണ്ടത്. ബയോമെട്രിക്സ്. അവിടെ നിങ്ങളുടെ വിരലടയാളം നൽകി മൊബൈൽ നമ്പർ പുതുക്കാവുന്നതാണ്. ഇതിന് മറ്റ് രേഖകളുടെ ആവശ്യമൊന്നുമില്ല. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങളുടെ ആധാർ OTP മറ്റാർക്കും പറഞ്ഞു കൊടുക്കരുത്. ആധാർ നമ്പറും OTPയും ഉണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ കൈക്കലാക്കുവാൻ സാധിക്കുമെന്ന കാര്യം മറക്കരുത്. ആധാർ കാർഡിൽ പേര്, ജനനത്തീയതി, വിലാസം തുടങ്ങിയവ ഏതെങ്കിലും മാറ്റണമെങ്കിലോ തെറ്റുകൾ ഉണ്ടോ എങ്കിൽ അത് തിരുത്താൻ നമുക്ക് സൗകര്യമുണ്ട്. എന്നാൽ ആധാർ കാർഡിൽ വിവരങ്ങൾ തിരുത്തുന്നതിന് UIDAI ചില നിബന്ധനകളും പരിധികളും വെച്ചിട്ടുണ്ട്. അവ എന്തൊക്കെയെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുവാനുള്ള പരിധികൾ നമുക്ക് എന്ന് നോക്കാം. എത്ര തവണ നമുക്ക് മാറ്റങ്ങൾ വരുത്താമെന്നും നോക്കാം. പേര്. ഒരു ആധാർ ഉടമയ്ക്ക് തന്റെ ആജീവനാന്ത കാലയളവിൽ പേര് തിരുത്താൻ 2 തവണ മാത്രമേ അനുവാദമുള്ളൂ. ഇനിയും ജനനത്തീയതിയിൽ മാറ്റം വരുത്താൻ ഒരേ ഒരു തവണ മാത്രമേ അവസരമുള്ളൂ. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അടുത്തതായി ജെൻഡർ, ലിംഗ വിവരം, മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ തിരുത്താനും ഒരേ ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് അനുവാദം ഉള്ളൂ. ഇനിയും വിലാസം, അഡ്രസ് അഥവാ വിലാസം തിരുത്തുന്നതിന് കർശനമായ പരിധികളൊന്നുമില്ല. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും വിലാസം മാറ്റാവുന്നതാണ്. ഈ മാറ്റങ്ങൾ വരുത്താൻ 2 വഴികളാണുള്ളത്. ഒന്ന്, ഓൺലൈനിലായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ആധാർ പോർട്ടൽ വഴി ലോഗിൻ ചെയ്ത് മാറ്റങ്ങൾ വരുത്താം. അഡ്രസ്സ് മാറ്റാൻ ഇത് വളരെ എളുപ്പമാണ്. ഇനി നേരിട്ട് ഓഫ്ലൈനായി പേര്, ജനനത്തീയതി, ജെൻഡർ തുടങ്ങിയവ തിരുത്താൻ അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ എൻറോൾമെന്റ് സെന്ററിലോ നേരിട്ട് പോകുന്നതാണ് നല്ലത്. അവിടെ നിങ്ങളുടെ വിരലടയാളം പതിപ്പിച്ച് ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തി വേഗത്തിൽ മാറ്റങ്ങൾ വരുത്താം.
ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രേഖകൾ പേര് മാറ്റുന്നതിന് തിരിച്ചറിയൽ രേഖയും, ജനനത്തീയതി മാറ്റാൻ ജനന സർട്ടിഫിക്കറ്റോ SSLC ബുക്കോ വിലാസമോ മാറ്റാൻ ID പ്രൂഫോ നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ്. പരിധി കഴിഞ്ഞാൽ, നിങ്ങളുടെ അനുവദിച്ചിട്ടുള്ള പരിധിയിൽ കൂടുതൽ തവണ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ അത് വളരെ സങ്കീർണമായ നടപടിക്രമമാണ്. അതിനായി നിങ്ങൾ ആധാർ റീജിയണൽ ഓഫീസിൽ നേരിട്ട് പോയി അപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. OTP ഓൺലൈൻ അപ്ഡേഷൻ നടത്തുമ്പോൾ OTP മറ്റൊരാൾക്ക് നൽകരുത്. ചുരുക്കി പറഞ്ഞാൽ, ആധാർ കാർഡ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ്. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. ഒരു ജനതയുടെ വ്യക്തിത്വവും അവകാശവും ഒരൊറ്റ തിരിച്ചറിയൽ രേഖയിലേക്ക് ചുരുങ്ങുന്ന ഈ ആധുനിക കാലത്ത് ആധാർ എന്നത് വെറും ഒരു കാർഡോ അക്കമോ മാത്രമല്ല. അതൊരു പൗരന്റെ സുരക്ഷിതമായ ഭാവിക്കായുള്ള ഏറ്റവും കരുത്തുറ്റ അടിത്തറയാണ്. നാം ഇന്ന് പങ്കുവച്ച ഈ ചെറിയ ജാഗ്രതകൾ, അത് നിങ്ങളുടെ കുട്ടികളുടെ ബയോമെട്രിക് പുതുക്കലായാലും 10 വർഷം കൂടുമ്പോഴുണ്ടാകുന്ന രേഖകൾ സമർപ്പിക്കലായാലും നാളെയുടെ ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ ഇടം സുരക്ഷിതമാക്കാൻ അത്യാവശ്യമാണ്. സമയബന്ധിതമായി ഈ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും മറ്റ് സേവനങ്ങളും തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. സാങ്കേതിക വിദ്യയുടെ ഈ യുഗത്തിൽ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ ഇടവരുത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വിവരങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.